വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, എട്ടാം ക്ലാസ്സിലെ ഹിന്ദി ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കുള്ളതാണ് ഈ വീഡിയോ. പേഡ് എന്ന ഈ കവിതയിൽ നിന്നും പരീക്ഷയ്ക്ക് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. ഈ കവിതയിൽ നിന്നും പ്രധാനമായും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് കവിതയുടെ ആശയം തന്നെയാണ്. ഉറപ്പാണ് മക്കളെ, അത് പരീക്ഷയ്ക്ക് ചോദിക്കും. കുട്ടികളെ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആക്കി കവിതയുടെ ആശയം ഇവിടെ കൊടുക്കുന്നു. ആശയം എഴുതുമ്പോൾ ആദ്യം ഒരു തലക്കെട്ട് കൊടുക്കണം. ഇവിടെ പേഡ് കവിതാക്ക ആശയം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആശയം 3 പാരഗ്രാഫ് ആയിട്ടാണ് എഴുതേണ്ടത്. ആദ്യ പാരഗ്രാഫിൽ കവിയെയും കവിതയെയും ഒന്ന് മെൻഷൻ ചെയ്യണം. രണ്ടാമത്തെ പാരഗ്രാഫിൽ കവിതയിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് ഇവിടെ എഴുതേണ്ടത്. മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മുടെ ഒരു അഭിപ്രായം, ഒരു കൺക്ലൂഷൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നോക്കൂ, ഹിന്ദി के प्रमुख कवि ശ്രീ സുശീൽ ശുക്ല ജി की एक सुंदर कविता है पेड़. ഹിന്ദിയിലെ പ്രമുഖ കവിയായ ശ്രീ സുശീൽ ശുക്ലജിയുടെ മനോഹരമായ ഒരു കവിതയാണ് പേഡ്. ഇസ് കവിതാമേ കവി പേഡ് കോ ദർജി മാൻതെ ഹൈ. ഈ കവിതയിലെ കവി മരത്തെ ഒരു തയ്യൽക്കാരനായി കണക്കാക്കുന്നു. पेड़ प्रकृति में घोंसले हवाएं धूप मिट्टी रंग पानी किनारा जमीन महक और स्वाद आदि सिलता है. മരം പ്രകൃതിയിലെ കൂടുകള്, കാറ്റ്, വെയില്, മണ്ണ്, നിറം, വെള്ളം, കര, ഭൂമി, സുഗന്ധം, രുചി തുടങ്ങിയവ തുന്നിച്ചേർക്കുന്നു. ഇസ്കെ അലാവ, ഇത് കൂടാതെ ഹർ ഫൽമേ ഫൽക്കെ സ്വാദ്, ഓരോ പഴത്തിനും അതിൻ്റെതായ സ്വാദും, ബാഗ് ബാഗ് സ്വാദ്, ഓരോ തോട്ടത്തിനും അതിൻ്റെതായ സ്വാദും, ഔർ വൻകെ പേട് വൻകെ സ്വാദ് ബി സിൽത്താ ഹെ, കാട്ടിലെ മരങ്ങൾക്ക് അതിൻ്റെതായ സ്വാദും ഇവിടെ തുന്നിച്ചേർക്കുന്നു. പേട് ഹമേം ഛായ ഹവ ഫൽ ഔർ ഫൂൽ ദേത്താ ഹെ, മരം നമുക്ക് തണല്, കാറ്റ്, പഴങ്ങള്, പൂക്കള് എന്നിവ തരുന്നു. യഹ് കവിത ബഹുത്ത് അച്ചി ഹെ, ഈ കവിത വളരെ നല്ലതാണ്. ഔർ ഇസ്കി ഭാഷ ബഹുത്ത് സരൾ ഹെ, ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ ലളിതമായ ഭാഷയാണ്. മുझे യഹ് കവിത ബഹുത്ത് പസന്ത് ഹെ, എനിക്ക് ഈ കവിത നന്നായി ഇഷ്ടപ്പെട്ടു. ആശയം പഠിക്കാത്ത മക്കൾ എന്തായാലും ആശയം പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, ഈ കവിതയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പോസ്റ്റർ തയ്യാർ കരേം എന്നതാണ്. ഇവിടെ പരിസ്ഥിതി സംരക്ഷൺ, ജലസംരക്ഷൺ, പേട് സംരക്ഷൺ, ഈ 3 പോസ്റ്ററുകളിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതിനാൽ ഓരോ പോസ്റ്ററിലും എഴുതാൻ പറ്റുന്ന സന്ദേശവാക്യങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു ബോക്സ് വരക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കേണ്ട പോസ്റ്ററിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ലളിതമായ ചിത്രം വരക്കുക. പിന്നെ അതിന് അനുയോജ്യമായ ഒരു തലക്കെട്ട് കൊടുക്കുക. അതിനുശേഷം 3-4 ചെറിയ സന്ദേശവാക്യങ്ങൾ കൂടി എഴുതുക. ഇങ്ങനെ ചെയ്താൽ പോസ്റ്റർ റെഡി. ഇത്രയും നിങ്ങൾ എഴുതിയാൽ 4 മാർക്ക് കിട്ടും. നമുക്ക് ഓരോ പോസ്റ്ററുകളായി നോക്കാം. ആദ്യത്തേത്, പേടോം കി രക്ഷാ കാ സന്ദേശ് ദേത്തെ ഹുയി ഏക് പോസ്റ്റർ തയ്യാർ കരേ, മരങ്ങൾ സംരക്ഷിക്കേണ്ട സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒരു ബോക്സ് വരച്ചു കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം കൊടുക്കണം. ഇവിടെ മരങ്ങളെ സംരക്ഷിക്കേണ്ടതായത് കൊണ്ട് ഇങ്ങനെ മരത്തിന്റെ ഒക്കെ ചിത്രം വരക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചിത്രം വരക്കാം. പിന്നീട് ഒരു തലക്കെട്ട് കൊടുക്കണം. ഇവിടെ വൻ മഹോത്സവ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേട് സംരക്ഷൺ എന്നൊക്കെ കൊടുക്കാം. എന്നിട്ട് കുറെ സന്ദേശവാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, പേഡ് ലഗായേം ജീവൻ ബച്ചായേം, മരങ്ങളെ നട്ടുപിടിപ്പിക്കൂ, ജീവൻ സംരക്ഷിക്കൂ. പേടോം കി രക്ഷാ കരേം, മരങ്ങളെ സംരക്ഷിക്കൂ. അധിക സെ അധിക പേഡ് ലഗായേം, അധികം വളരെയധികം മരങ്ങളെ നട്ടുപിടിപ്പിക്കൂ. പേഡ് ഹേ തോ ജീവൻ ഹേ, മരമുണ്ടെങ്കിൽ ജീവനുണ്ട്. പ്രകൃതി കോ ഹരാ ഭരാ ബനായേം, പ്രകൃതിയിൽ പച്ചപ്പുകൾ ഉണ്ടാക്കൂ. ആവോ മിൽക്കർ പേടോം കി ബച്ചായേം, വരൂ നമുക്ക് ഒരുമിച്ച് ചേർന്ന് മരങ്ങളെ രക്ഷിക്കാം. പേഡ് ബച്ചായേം പര്യാവരൺ ബച്ചായേം, മരങ്ങളെ സംരക്ഷിക്കൂ, പരിസ്ഥിതിയെ സംരക്ഷിക്കൂ. ഇവിടെ കുറെ സന്ദേശവാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത്രത്തോളം എഴുതണമെന്നില്ല, 3-4 സന്ദേശവാക്യങ്ങളും എഴുതിയാൽ മതിയാവും. നെക്സ്റ്റ്,
जल संरक्षण का संदेश देते हुए एक पोस्टर तैयार करें और जल बचाने का സന്ദേശം देते हुए एक ആകർഷക പോസ്റ്റർ തയ്യാർ കരേം. ഇങ്ങനെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും ജലസംരക്ഷണത്തിന്റെ സന്ദേശം നൽകുന്ന പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. നമുക്ക് ആദ്യം ഒരു ബോക്സ് വരച്ചു കൊടുക്കാം, പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രവും വരക്കാം. നോക്കൂ, ഇവിടെ ജലസംരക്ഷൺ എന്ന് തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. ജൽ ബച്ചായേ ജീവൻ ബച്ചായേ, ജലം സംരക്ഷിക്കൂ ജീവൻ സംരക്ഷിക്കൂ. പാനി കി ഹർ ബൂന്ത് ബച്ചായേ, വെള്ളത്തിന്റെ ഓരോ തുള്ളികളെയും രക്ഷിക്കൂ. പാനി കോ വ്യർത്ഥ ന ബഹായേ, വെള്ളം വെറുതെ ഒഴുക്കരുത്. ജൽ ഹേ തോ ജീവൻ ഹേ, വെള്ളമുണ്ടെങ്കിൽ ജീവനുണ്ട്. ആവോ മിൽക്കർ ജൽ ബച്ചായേ, വരൂ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വെള്ളത്തെ രക്ഷിക്കാം. ജൽ ബച്ചായേ ഭവിഷ്യ ബച്ചായേ, ജലം രക്ഷിക്കൂ വെള്ളത്തെ രക്ഷിക്കൂ, ഭാവിയെ സംരക്ഷിക്കൂ. ഇങ്ങനെയാണ് ഈ പോസ്റ്റർ എഴുതേണ്ടത്. നെക്സ്റ്റ്, ജൂൺ 5 पर्यावरण दिवस है, संदेश देते हुए एक പോസ്റ്റർ തയ്യാർ കരേം. ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. അതിന്റെ സന്ദേശം നൽകിക്കൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പര്യാവരൺ ദിവസ് എന്ന് തലക്കെട്ട് കൊടുക്കുക. ജൂൺ 5 വിശ്വ പര്യാവരൺ ദിവസ്. പേഡ് ലഗായേ പര്യാവരൺ ബച്ചായേ, മരം നട്ടുപിടിപ്പിക്കൂ പരിസ്ഥിതിയെ സംരക്ഷിക്കൂ. അധിക് സേ അധിക് പേഡ് ലഗായേ, വളരെയധികം മരങ്ങളെ വെച്ച് പിടിപ്പിക്കൂ. ആവോ മിൽക്കർ പര്യാവരൺ കോ സ്വച്ഛ ഔർ സുന്ദർ ബനായേ, വരൂ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പരിസ്ഥിതിയെ ശുദ്ധമായതും സുന്ദരമായതുമാക്കാം. പര്യാവരൺ ബച്ചായേ ജീവൻ ബച്ചായേ, പരിസ്ഥിതിയെ സംരക്ഷിക്കൂ ജീവനെ സംരക്ഷിക്കൂ. അപ്പോൾ ഈ പോസ്റ്ററിൽ നിന്ന് വരുന്ന 4 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ജൂലിയ ഓർ ലൂണ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുമായി വരാം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്